ഭുവനേശ്വരി നമഃ. നവഗ്രഹ ജ്യോതിഷത്തിൻ്റെ ജ്യോതിഷ കാഴ്ചയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2025 പുതുവർഷ ഫലത്തെ പറ്റിയായിരുന്നു നമ്മുടെ ചിന്ത. അശ്വതി മുതൽ മകം നക്ഷത്രം വരെയുള്ള ഫലങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. നമ്മുടെ വീഡിയോ ഗാലറി ചെല്ലെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കപ്പെടുന്നതാണ്. അടുത്ത നക്ഷത്രമായ പൂരം നക്ഷത്രത്തിൻ്റെ ഫലമാണ് പറയാനുള്ളത്. പൂരം നക്ഷത്ര ജാതകരെന്ന് പറയുമ്പോൾ ഈ ഒരു നക്ഷത്രം ചിങ്ങക്കുൾപ്പെടുന്ന നക്ഷത്രമാണ്. വ്യാഴം 11ാം ഭാവത്തിലും ശനി അഷ്ടമത്തിലും രാഹുകേതുക്കൾ കുംഭം ചിങ്ങൻ രാശിയിലൊക്കെ സഞ്ചരിക്കുന്ന ഒരു കാലയളവാണ്. വർഷത്തിന്റെ തുടക്കകാലത്തിന് ശേഷമുള്ളൊരു ഭാഗഫലങ്ങൾ ഗ്രഹസഞ്ചാര ഭാഗഫലങ്ങൾ അനുകൂലമായി വരുന്നൊരു അവസ്ഥാ ഭാഗഫലങ്ങളാണ്. തൊഴിൽപരമായ രംഗത്ത് മാറ്റങ്ങളും അധികാരങ്ങളുമായിട്ടുണ്ടാകുന്ന അല്ലെ അധികാരികളുമായി ചില കലഹങ്ങൾക്കും അധികാരഭാവത്തിന് ചില ബുദ്ധിമുട്ടുകൾ നേരിടുകയും അഭിപ്രായ വ്യത്യാസങ്ങൾക്കും അഭിപ്രായ ഭിന്നതകൾക്കും സാധ്യതയുണ്ടാകുന്ന ഒരു വർഷമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന തൊഴിൽ മേഖലയിൽ ചിലപ്പോൾ ഒന്ന് മാറി നിൽക്കുന്ന ഒരു അവസ്ഥകൾ സൃഷ്ടിക്കപ്പെടാം. ഏതെങ്കിലും തരത്തിൽ നമ്മളെ താഴ്ത്തിക്കെട്ടുന്ന അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടാം. മാനഹാനി ഭാഗഫലങ്ങൾ ഉണ്ടാകാം. അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ ചില വഴക്കുകളും കലഹപ്രയത്നങ്ങളും ഉണ്ടാകാം. സ്ഥാനമാറ്റവും സ്ഥലമാറ്റവും ഒക്കെ നമുക്ക് അംശിക്കപ്പെടാം. അത്തരത്തിലുള്ള ദോഷഫലങ്ങൾ ഉണ്ടാകുന്നൊരു വർഷമാണ്. വിദ്യാർത്ഥികൾക്ക് വിദ്യാ തടസ്സവും പരീക്ഷകൾ ആവർത്തിച്ചെഴുതേണ്ടി വരുന്ന കാലതാമസം നേരിടുന്ന വിജയത്തിന് കാലതാമസം നേരിടുന്ന ഒരു വർഷം കൂടിയാണ്. ബന്ധുമിത്രാദികളുടെ പ്രത്യേകിച്ച് ദമ്പതികളുടെ ഭവനത്തിൽ കലഹങ്ങളും വാക്കുതർക്കങ്ങളും ഭൂസ്വത്ത് ധനദ്രവ്യ നഷ്ടങ്ങളൊക്കെ സംഭവിക്കപ്പെടുന്ന ഒരു വർഷകാലയളവാണ്. അതുപോലെ വിവാഹ കാര്യങ്ങൾ തീരുമാനമൊക്കെ എടുക്കുന്നൊരു സമയകാലയളവാണ്. ഈ ഒരു വർഷം തീരുമാനമൊക്കെ എടുക്കാം. പക്ഷേ പ്രണയവക്താക്കൾക്ക് വിരഹങ്ങൾ അനുഭവിക്കപ്പെടുക. ഈ തീരുമാനമെടുത്താലും അത് നടത്താൻ കാലതാമസം നേരിടുന്നൊരു വർഷകാലയളവ് കൂടിയാണ്. അതുപോലെ വസ്തുവകൾ ഇത് ക്രയവിക്രയ ലാഭം ഉണ്ടാകാം, ഭൂമിപരമായ നഷ്ടം ഉണ്ടാകാം. പക്ഷെ ഈ ഭൂമി ക്രയവിക്രയം നടത്തിയാലും അതൊരു ലാഭാവസ്ഥ, നമുക്ക് പണം വന്നു ചേരാൻ കാലതാമസം നേരിടും. നമ്മൾ എഗ്രിമെന്റ് ഒക്കെ ചെയ്താലും ചിലപ്പോൾ നീണ്ടു പോകുന്ന ഒരവസ്ഥ, കാലതാമസം നേരിടുക, എഗ്രിമെന്റ് നീട്ടി വെക്കുന്ന ഒരു അവസ്ഥ, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മളെ ബാധിക്കപ്പെടാം. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് അധിക ചെലവുകളും ആരോഗ്യപരമായ ദുരിതപ്രയാസങ്ങൾ നേരിടുന്നുള്ള അതിനെ പ്രതി ചില അധിക ചെലവുകളൊക്കെ വർദ്ധിക്കപ്പെടുക. സന്താനങ്ങളെ പ്രതി വിട്ടുമാറാതെ അവർക്ക് അസുഖങ്ങൾ ഉണ്ടാകുക. അത്തരത്തിലുള്ള മാനസിക ബുദ്ധിമുട്ടും ടെൻഷനുകളും ഒക്കെ നമ്മൾ അഭിമുഖീകരിക്കപ്പെടുന്ന ഒരു വർഷകാലയളവ് തന്നെയാണ്. അതുപോലെ പുണ്യ സ്ഥല ദർശനം നടത്തുക, പ്രത്യേകിച്ച് ക്ഷേത്ര ദർശനമാവാം, ദേവാലയ ദർശനങ്ങളാവാം, വിനോദയാത്രകളാവാം. ഇത്തരത്തിലുള്ള ഭാഗഫലങ്ങളൊക്കെ കടാക്ഷിക്കപ്പെടാൻ സാധ്യതയുണ്ടാകാം. അതുപോലെ ഉദര സംബന്ധമായ, നീർവീക്ക സംബന്ധമായ, പേശി സംബന്ധമായ രോഗങ്ങൾ, പ്രത്യേകിച്ച് ശസ്ത്രക്രിയാ സംബന്ധമായ ചില വിഷയങ്ങളൊക്കെ നേരിടുക, അത്തരത്തിലുള്ള പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കപ്പെടുക, അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഒരു വർഷമാണ്. ദമ്പതികളെ സംബന്ധിച്ചിടത്തോളം അകർന്നു മാറുന്ന ഒരു അവസ്ഥ സൃഷ്ടിക്കപ്പെടുക. ദാമ്പത്യ ജീവിതത്തിലാവാം അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, രണ്ട് സ്ഥലത്തേക്ക്, രണ്ട് ദേശത്തേക്ക് പോവുക, നിയമപരമായ ചില പ്രശ്നങ്ങൾ ദാമ്പത്യ ജീവിതത്തിൽ അഭിമുഖീകരിക്കപ്പെടുക. ഇല്ലെങ്കിൽ അത് കാലതാമസത്തോടുകൂടി വരികയും അല്ലെങ്കിൽ ദൂരദേശത്തേക്ക് രണ്ടുപേരും മാറുന്നൊരവസ്ഥ, ഒന്നിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടുകളൊക്കെ നേരിടുന്നൊരു വർഷകാലയളവ് തന്നെയാണ്. അതുപോലെ സാമ്പത്തിക കാര്യത്തിൽ പ്രത്യേകിച്ച് നിയമ നടപടികൾ നേരിടുന്നൊരു വർഷകാലയളവ് തന്നെ. അതുകൊണ്ട് തന്നെ ഈ സാമ്പത്തിക കൊടുക്കുവാങ്ങലൊക്കെ വളരെ സൂക്ഷിച്ചും കണ്ടും മാത്രമേ ചെയ്യാവൂ. അത് നമുക്ക് പോലീസ് സംവിധാനങ്ങൾ, നിയമ സംവിധാനങ്ങൾ, കോടതി സംവിധാനങ്ങളൊക്കെ നേരിടേണ്ടി വരും. ചില എഗ്രിമെന്റ് ചെക്കുകളൊക്കെ തന്നെ ചില പ്രശ്നമായി വരുന്നൊരു കാലയളവ് കൂടിയാണ്. അത് പിതാവിനെ പിതൃതുല്യമായിട്ടുള്ള ആൾക്കാർക്ക് ഇവർക്ക് ബുദ്ധിമുട്ടുകളും രോഗപീഠകളും അസ്വസ്ഥതകളും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയകാലയളവ് തന്നെയാണ്. ഈ പിതൃതുല്യമായ ചില ദോഷഫലങ്ങൾ നമുക്ക് കുടുംബപരമായി തന്നെ ബാധിക്കപ്പെടാം. പക്ഷേ പിതാവിനോ പിതൃതുല്യമായിട്ടുള്ള ആൾക്കാർക്ക് അപകടങ്ങളും ദുരിതപ്രയാസങ്ങളും നമ്മുടെ കൺമുമ്പിൽ തന്നെ ഈ ഒരു വർഷകാലയളവ് നമ്മൾ അഭിമുഖീകരിക്കപ്പെടുകയും ചെയ്യും. അത്തരത്തിലുള്ള ദോഷഫലങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾ ശൈവാവസ്ഥാഭാഗം, ശിവക്ഷേത്ര ദർശനങ്ങൾ, ശിവ വഴിപാടുകളൊക്കെയാണ് കഴിക്കേണ്ടത്. എങ്കിൽ പോലും നിങ്ങൾ ജാതക ഭാഗഫലങ്ങൾ നിങ്ങൾ നോക്കിക്കൊണ്ട് തന്നെ നിങ്ങളുടെ ജാതകത്തിന്റെ ഫലഭാഗഫലങ്ങൾ കണക്കാക്കിക്കൊണ്ട് ജാതകത്തിലെ ഗ്രഹഭാഗഫലങ്ങളും അതുപോലെ ഗോചരഫലത്തിൽ ഗ്രഹത്തിന്റെ മാറ്റാവസ്ഥാ ഭാഗഫലങ്ങൾ, നമ്മുടെ ജാതകത്തിൽ ഗ്രഹങ്ങളുടെ ഗുണഫലങ്ങൾ എങ്ങനെയാണെന്ന് കണ്ടറിഞ്ഞുകൊണ്ട് പരിഹാരം കഴിക്കുന്നതാണ് തീർച്ചയായും ശ്രേഷ്ഠമായൊരു ഭാഗം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ജാതക പരിശോധന നടത്തി പരിഹാരം കഴിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജ്യോതിഷത്തിന്റെ പുതിയ പാഠവത്തിൽ നമുക്ക് നേരിട്ട് കാണാവുന്നതാണ്. നന്ദി, നമസ്കാരം.